പ്രോപ്പർട്ടീസ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ ഡെഫിനിഷൻ പറയുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർഡേഡ് പെയർ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എ ക്രോസ് ബി എന്ന് പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് എഴുതാൻ നമുക്കറിയാം അല്ലെ. എ ക്രോസ് ബി എന്ന് വെച്ചാൽ എന്താ, ആദ്യത്തെ എലമെന്റ് എയില് രണ്ടാമത്തെ എലമെന്റ് ബിയിലെ അങ്ങനെ എയിലെയും ബിയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും കൂടെ ഓർഡേഡ് പെയേഴ്സിന്റെ കളക്ഷൻ അല്ലെ. അപ്പം അതാണ് എ ക്രോസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സബ്സെറ്റ് ആണ് എന്ത് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേകത അനുസരിച്ചായിരിക്കും ആദ്യത്തെ മെമ്പറും രണ്ടാമത്തെ മെമ്പറും തമ്മിലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്ത് ഫംഗ്ഷൻ, അവർക്കിടയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ റിലേഷൻ കൊണ്ടുവരിക അല്ലെ. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള റിലേഷൻ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ എ ആൻഡ് ബി ബി ടു സെറ്റ് എ ബൈനറി റിലേഷൻ ഓർ സിംപിളി റിലേഷൻ ഫ്രം A to B is the subset of A cross B. Suppose R is the relation from A to B, then R is the set of ordered pairs where each first element comes from A and each second element comes from B. കണ്ടോ, അതായത് എ ക്രോസ് ബിയില് ഓർഡേഡ് പെയർ എ ബി നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്മോൾ എ ഇവിടുത്തെ ആയിരിക്കും ക്യാപിറ്റൽ എയിലെയും സ്മോൾ ബി ക്യാപിറ്റൽ ബിയിലെ ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേഷനിലെ ഒരു മെമ്പർ ആണ് എ ബി എങ്കിൽ ഫസ്റ്റ് എലമെന്റ് ആയ എ ക്യാപിറ്റൽ എയിലെ മെമ്പറും സെക്കൻഡ് എലമെന്റ് ആയ ബി ക്യാപിറ്റൽ ബിയിലെ മെമ്പറുമാണ്. അതാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, റിലേഷനെ നമ്മൾ ഡിനോട്ട് റിലേറ്റഡ് ടു ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, എ ആർ ബി എന്ന്, എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. റിലേറ്റഡ് ടു ബി എന്ന് നമ്മളത് വായിക്കും. ഇപ്പം റിലേഷൻ ആറിലെ മെമ്പർ അല്ല എ ബി എങ്കിൽ നമുക്ക് എയും ബിയും റിലേറ്റഡ് അല്ല എന്ന് പറയാം. എ ഈസ് നോട്ട് റിലേറ്റഡ് ടു ബി. അതിന് ആർ എഴുതിയിട്ട് ഒരു ചെരിച്ചൊരു വെട്ടിട്ടാൽ നോട്ട് റിലേറ്റഡ് എന്നതിന് ഉത്തരവാകും. മനസ്സിലായോ? ദ ഡൊമൈൻ ഓഫ് ആർ, അപ്പം ആറിന്റെ ഡൊമൈൻ എയോ എയുടെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ അപ്പൊ ഡൊമൈൻ ഓഫ് ആർ ഫ്രം എ ടു ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് which belong to R. The range of R is the R from A to B is the set of all second element of ordered pairs which belong to R. അപ്പൊ റിലേഷൻ R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഓർഡേഡ് പെയർ എ ബികളുടെ കളക്ഷൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കും, ഓർഡേഡ് പെയർ എ ബികളുടെ കളക്ഷൻ ആണ്. സ്മോൾ എ ക്യാപിറ്റൽ എയിൽ നിന്നും സ്മോൾ ബി ക്യാപിറ്റൽ ബിയിൽ നിന്നും. അപ്പൊ റേഞ്ച് ഡൊമൈനും എന്താന്ന് ചോദിച്ചാൽ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ്സിലെ, അതായത് എ ക്രോസ് ബിയിലെ ഓർഡേഡ് പെയറിനകത്ത് ആദ്യത്തെ എലമെന്റ്സിനെ എല്ലാം കൂടെ എടുത്തു വെച്ചാൽ എന്ത് കിട്ടും, അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലമെന്റ്സിനെ എല്ലാം കൂടെ പെറുക്കി വെച്ചാൽ റേഞ്ച് സെറ്റും കിട്ടും, റേഞ്ചും കിട്ടും. അങ്ങനെയാണ്. ക്ലിയർലി ഡൊമൈൻ ഫസ്റ്റ് സെറ്റ് എയുടെ സബ്സെറ്റും റേഞ്ച് സെറ്റ് ബിയുടെ സബ്സെറ്റുമാണ്. ഡെഫിനിഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റിലേഷൻ ഓൺ എ സെറ്റ് എ ഈസ് ദ റിലേഷൻ ഫ്രം എ ടു ബി, എ ടു എ. അപ്പം റിലേഷൻ ഓൺ എ സെറ്റ് എ ടു ബി എന്ന് പറയുന്നില്ല, സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ട റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലോട്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ആർ സബ്സെറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എ ക്രോസ് ബിക്ക് പകരം ഇവിടെ എ ക്രോസ് എ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് എയിൽ നിന്നും അതേ സെറ്റ് എയിലേക്കുള്ള റിലേഷനെയാണ് റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത്. അത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും, എ ക്രോസ് എയുടെ സബ്സെറ്റ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നോക്കിക്കേ, എക്സാമ്പിൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 4, ബി എന്ന് പറയുന്നത് 3 4 5 6, രണ്ട് സെറ്റ് തന്നിരിക്കുവാണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ എ ഈസ് ദ ഫാക്ടർ ഓഫ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി, ഡിഫൈൻഡ് ആസ് 2 റിലേറ്റഡ് ടു 4, 2 റിലേറ്റഡ് ടു 6, 3 റിലേറ്റഡ് ടു 3, 3 റിലേറ്റഡ് ടു 6, 4 റിലേറ്റഡ് ടു 4. ഇവിടെ നോക്കുക, ഇവിടെ റിലേഷൻ പറയുന്നുണ്ട്. ഇവിടെ സെറ്റ് എയിൽ നിന്നും സെറ്റ് ബിയിലോട്ടാ. സെറ്റ് എയിൽ ആരൊക്കെയുള്ളത്, 2 3 4 ഇങ്ങനെ 3 പേരാ ഉള്ളത്. സെറ്റ് ബിയിലെ 3 4 5 6 ഇങ്ങനെ 4 പേരുമാണ് ഉള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, സെറ്റ് എയിലെ 2 ആരോടാ ബന്ധം എന്നാ പറഞ്ഞിരിക്കുന്നത്, 4നോട് ഫാക്ടർ ആണെന്നാ പറഞ്ഞത്. അതായത് 2 ആരുടെ ഫാക്ടർ ആണോ അവരോടൊക്കെ ഇവിടെ ബന്ധമുണ്ട്. 2 ആരുടെയൊക്കെ ഫാക്ടർ ആണ്, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ബന്ധം പറയുന്നത് 2 റിലേറ്റഡ് ടു 4, 2 റിലേറ്റഡ് ടു 6 ഉണ്ടോ. അതേസമയം 2 റിലേറ്റഡ് ടു 5 അറിയുന്നില്ല. 5നെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അങ്ങനെ സൂചിപ്പിക്കാഞ്ഞത്. അപ്പൊ നോക്കാം, അടുത്തതായിട്ട് 2 റിലേറ്റഡ് ടു 6, 3 റിലേറ്റഡ് ടു 3, 3 റിലേറ്റഡ് ടു 6, 4 റിലേറ്റഡ് ടു
4 അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ 2 റിലേറ്റഡ് ടു 6, 3 റിലേറ്റഡ് ടു 3 ആൻഡ് 3 റിലേറ്റഡ് ടു, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പം റിലേഷൻ R എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? സെറ്റ് ഫോൾ ഓർഡേർഡ് പെയർ 2 4 കണ്ടോ, 2 6 3 3 3 6 4 4. അപ്പൊ നമ്മൾ ആദ്യത്തെ മെമ്പർ സെറ്റ് എയിൽ നിന്ന് ആദ്യത്തെ മെമ്പർ, സെറ്റ് ബിയിൽ നിന്നും രണ്ടാമത്തെ മെമ്പർ. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ മെമ്പറുടെ എല്ലാം കൂടെ നമ്മൾ പിറക്കി വെക്കുക ഒരു സെറ്റിലോട്ട്. അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നോക്കിയേ, രണ്ട് സെറ്റിനകത്ത് റെപ്പറ്റീഷൻ ഇല്ല കേട്ടോ. സെറ്റ് രണ്ട് പ്രാവശ്യം കൊണ്ട് ഒരു പ്രാവശ്യം എടുത്താൽ മതി. 2 3 4. അപ്പൊ ഡൊമൈൻ ആരാണ്? 2 3 4 എന്ന് പറയുന്ന സെറ്റും റേഞ്ച് ആരാണ്? 4 6 4 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. 3 4 6 അതാണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുന്നതാണ് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ തന്നെ ചെയ്യണം. A എന്താന്ന് തന്നിട്ടുണ്ട്, B എന്താന്ന് തന്നിട്ടുണ്ട്, R1 R2 R3 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം കേട്ടോ. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയും, ഇതിനകത്ത് ചെയ്തിട്ടില്ല. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 എന്ന് പറഞ്ഞാൽ 1 Y, നോക്കിയ 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്നും XYZ ലോട്ടാണ്. R1 എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1Y 2Y 1Z അല്ലെ. അപ്പൊ ആരായിരിക്കും ഡൊമൈന്? ആദ്യം ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ആരൊക്കെ വന്നേക്കുന്നേ? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പം ഡൊമൈൻ ഓഫ് R1 ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് 1 2. റേഞ്ച് ആരാണ്? സെറ്റ് Y Z. മനസ്സിലായി? അതൊരു എക്സാമ്പിൾ ആണ്. ബാക്കി എക്സാമ്പിൾ നിങ്ങൾ ചെയ്തോണം, ഹോംവർക്ക് ആണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയേ. അത് ഹോംവർക്ക് ആണോ? അല്ല, ഹോംവർക്ക് അല്ല. അപ്പൊ നോക്കിയേ, ലെറ്റ് എ ബി ദ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. അപ്പം നമുക്ക് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 വിച്ച് ഓർഡേർഡ് പെയർസ് ആർ ഇൻ റിലേഷൻ R ഈസ് ഈക്വൽ ടു സെറ്റ് A ordered pair AB. A divides B. Display this relation graphically and tabular form. അപ്പൊ നമുക്ക് റിലേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, ടാബുലാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, ഇവിടെ തന്നിരിക്കുകയാണ് റിലേഷൻ R എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ AB ആണ്. നമുക്ക് A എന്ന് പറയുന്ന ഒരു സെറ്റേ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് A ഡിവൈഡ്സ് B, ഓർഡേർഡ് പെയർ AB ഫോം ആണ്. A ഡിവൈഡ്സ് B. അപ്പൊ ഞാൻ 1 എഴുതിയിട്ടുണ്ടെങ്കിൽ A ഡിവൈഡ്സ് B, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളെ, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളെ എവിടെ എഴുതത്തുള്ളൂ? 2 അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ എഴുതത്തുള്ളൂ. മനസ്സിലായല്ലോ? 1 ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ 2 എനിക്ക് രണ്ടാമത് എഴുതാം. കാരണം എന്താ? 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 എഴുതാം, കാരണം എന്താ? 3യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 എഴുതാം, 1 4 എഴുതാം, കാരണം 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അടുത്തത് 2 എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 1 എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 3 എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ എഴുതാൻ പറ്റത്തുള്ളൂ? 2 4 എഴുതാം അല്ലെ. അപ്പൊ 3 എടുത്തിട്ടുണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി ആരും ഈ സെറ്റിലില്ല. 4 എടുത്തിട്ടുണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി ആരും ഇല്ല അല്ലെ. അപ്പം നമുക്ക് ആദ്യം റിലേഷൻ എഴുതാം. 1 എടുക്കുമ്പോ 1 1 എഴുതാം, 1 2 എഴുതാം, 1 3 എഴുതാം, 1 4 എഴുതാം, 2 2 എഴുതാം, 2 4 എഴുതാം, 3 3 എഴുതാം, 4 4 എഴുതാം അല്ലെ. അങ്ങനെ എഴുതാം. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഗ്രാഫിക്കലും ടാബുലർ മെത്തേഡിലും റെപ്രസെന്റ് ചെയ്യണം. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെറ്റ് എയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ എവിടെ എഴുതും? 1 2 3 4 അല്ലേ. ഡൊമൈനിലെ മെമ്പേഴ്സിനെ എല്ലാം കൂടെ ഒരു സൈഡിൽ എഴുതുക, 1 2 3 4, എന്നിട്ട് ഡോട്ട് ഇടണേ, ഡോട്ട് ഡോട്ട് ഡോട്ട്. പിന്നെ റേഞ്ചിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അവിടെയും 1 2 3 4 തന്നെയാണ്. അത് രണ്ട് സെയിം ആണ്. അപ്പൊ ബന്ധം ഉണ്ടെങ്കിൽ ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുക, ആരോ മാർക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ? ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുക, ആരോ മാർക്ക് കൊടുക്കുക. 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 3 ഉണ്ട്, 1 4 ഉണ്ട്. കണ്ടോ? ലൈൻ വരച്ചു, ആരോ മാർക്ക്. എങ്ങോട്ടാണോ ബന്ധം അത് ആരോ മാർക്ക് കൊടുത്തു. 2 1 കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ, അതുകൊണ്ടില്ല. 2 2 ഉണ്ട്, 2 4 ഉണ്ട്, പിന്നെ 3 3 ഉണ്ട്, 4 4 ഉണ്ട്. അങ്ങനെ കൊടുത്തു. ടാബുലാർ മെത്തേഡ് ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലെ തന്നെ താഴോട്ട് 1 2 3 4 എഴുതുക, ടേബിൾ ആയിട്ട് 1 2 3 4. ഇനി 1 1 എന്ന് പറയുന്ന 1ഉം 1ഉം തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർ മാർക്ക് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തിട്ടില്ലേ, ബന്ധം ഉണ്ടെങ്കിൽ 1 കൊടുക്കുക, 0 കൊടുക്കുക എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ സ്റ്റാർ മാർക്ക് കൊടുക്കുക. 1ഉം നമുക്കറിയാം 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 3 ഉണ്ട്, 1 4, ഇവർക്കെല്ലാം ബന്ധം ഉണ്ടെന്നല്ലേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ഓരോ സ്റ്റാർ കൊടുക്കുക.
അടുത്ത 2-1 ബന്ധമുണ്ടോ? 2-1 ഇല്ല. അപ്പൊ അവിടെ ഒന്നും കൊടുക്കണ്ട.